ദൈവസഭയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടണമെങ്കിൽ, ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നാം ഉപയോഗിക്കപ്പെടണമെങ്കിൽ ആ, നമ്മോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. അതിന്റെ ഉത്തരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ദൈവത്തിന് നമ്മെ ഓരോ മേഖലയിലും ഉപയോഗിക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ വിധത്തിലും നാം ദൈവത്തിന് പ്രയോജനപ്പെടണമെന്നാണ്. എന്നാൽ ചില വ്യക്തികളെ സംബന്ധിച്ച് നമ്മൾ നോക്കിയാൽ ചില മേഖലകളിൽ അവർ വലിയ നേട്ടങ്ങൾ, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടിയോ ഒക്കെ വലിയ കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിന്റെ മറ്റു പല മേഖലകളും പരാജിതമായി പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ പരാജയങ്ങളിൽ ചിലതിനൊക്കെ ഒരുപക്ഷെ അവർ കാരണമാകണമെന്നില്ല. വ്യക്തിപരമായി അവർക്ക് അതിൽ റോൾ ഇല്ലായിരിക്കാം. ചിലത് സാഹചര്യങ്ങൾ കൊണ്ടും ചുറ്റുപാടുകളുടെ വിഷയങ്ങൾ കൊണ്ടും കുടുംബത്തിലെ പല വിഷയങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ആയിരിക്കുന്ന സമൂഹത്തിന്റെ പല വിഷയങ്ങൾ കൊണ്ടൊക്കെ ചില മേഖലകളിൽ വീഴ്ചകളും പരാജയങ്ങളും ഉണ്ടാകാം. അവർക്ക് നേരിട്ട് അതിൽ പങ്ക് ഉണ്ടാകണമെന്നില്ല. എന്നാൽ ഭൂരിഭാഗം കാര്യങ്ങളിലും ആ പരാജയങ്ങളെ അതിജീവിക്കാൻ അവർക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കാനായിട്ട് ചില ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നാം ഉപയോഗിക്കപ്പെടുകയും വളർച്ച പ്രാപിക്കുകയും ചെയ്യണമെങ്കിൽ, എക്വിപ്പ് ചെയ്യപ്പെടണമെങ്കിൽ ഒന്നാമത്തെ ചോദ്യം നമ്മോട് ചോദിക്കേണ്ടത്, ഹാവ് യു എവർ ബ്രോക്കൺ എ ബാഡ് ഹാബിറ്റ്? ഒരു മോശം ശീലത്തെ നിങ്ങൾക്ക് ജയിക്കാനായി, അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാനായി, അതില്ലെങ്കിൽ തകർക്കാനായി കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. നമ്മൾ ഈ മോശം ശീലം എന്ന് പറയുമ്പോഴേക്കും നമുക്ക് മനസ്സിലേക്ക് ചിലപ്പോൾ ചിന്ത വരുന്നത്, മദ്യപിക്കുന്നത് ഒരു മോശം ശീലമാണ്, പുകവലിക്കുന്നത് മോശം ശീലമാണ്, അതുപോലുള്ള കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ നമ്മുടെ വളർച്ചയ്ക്കും ശുശ്രൂഷയ്ക്കും നമ്മുടെ ആത്മീയ വർധനവിനുമൊക്കെ തടസ്സമായിരിക്കുന്ന, ഒരുപക്ഷെ നമ്മൾ ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാത്ത, നമ്മൾ ഇതുവരെ തിരിച്ചറിയാത്ത ചില ദുശ്ശീലങ്ങൾ നമുക്ക് ഉണ്ടാകാം. ഹല്ലേലൂയ. അത് സാഹചര്യത്തിനനുസരിച്ച് ഓരോരുത്തരിലും വ്യത്യാസവുമായിരിക്കാം. ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ച് വ്യത്യാസവുമായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരു ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് ഒരു നല്ല ശീലമാണ്, അല്ലെ? അത് രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് ഒരു നല്ല ശീലമാണ്. എന്നാൽ നമുക്ക് അതിരാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കാത്തതാണ് നമ്മുടെ ശീലമെങ്കിൽ നമ്മൾ അതിനെ നല്ല ശീലമാണോ മോശം ശീലമാണോ എന്ന് കണക്കാക്കുന്നത് ജീവിതത്തിന്റെ സാഹചര്യവുമായി ബന്ധപ്പെട്ടായിരിക്കും. നമുക്ക് ആക്ച്വലി മനുഷ്യന് 8 മണിക്കൂറോളം വിശ്രമം, അത് ഉറക്കവും അല്ലാതെയുമായുള്ള വിശ്രമം ആവശ്യമാണെന്നുള്ള ഒരു പൊതുവെ ഒരു തത്വമുണ്ട്. ഉറക്കം മാത്രമല്ല, അല്ലാത്തതെല്ലാം ചേർന്നുള്ള വിശ്രമം 8 മണിക്കൂറെങ്കിലും ശരീരം വിശ്രമിക്കണം. അത് ഇരിക്കുന്നതാകാം, 7 മണിക്കൂർ, 6-7 മണിക്കൂർ ഉറങ്ങുന്നതാകാം. അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഉള്ള വിശ്രമം നമുക്ക് ആവശ്യമാണ്. എന്നാൽ അതിൽ തന്നെ ഓരോരുത്തരുടെയും ജോലി അനുസരിച്ചും ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ചും അതിന്റെ ക്രമത്തിന് വ്യത്യാസമുണ്ടാകാം. നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് അതിപ്പോ പുതിയ കാര്യമൊന്നുമല്ല, പണ്ടും ഉണ്ടായിരുന്നു. പണ്ട് കാവൽ നിൽക്കുന്ന പടയാളികൾ, നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യുന്ന പടയാളികൾ ഉണ്ടായിരുന്നവരെ മാറി മാറി രാത്രിയിൽ പകുതി അർദ്ധരാത്രി വരെ, അല്ലെങ്കിൽ വെളുപ്പാൻ കാലം വരെ അവരെ മാറി മാറി 6 മണിക്കൂറുള്ള ഷിഫ്റ്റ് ഒക്കെ ആക്കി നിർത്തിയിരുന്നത് രേഖകളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്, ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ തന്നെ. അപ്പോൾ അന്നും നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ജീവിത ചക്രം അല്ലെങ്കിൽ ശീലങ്ങൾ വ്യത്യാസമായിരിക്കാം. പക്ഷേ നമുക്ക് രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മുടെ ജോലി ആരംഭിക്കണമെങ്കിൽ, അങ്ങനെ ഒരു മേഖലയിലാണ് നമ്മൾ ആയിരിക്കണമെങ്കിൽ, നാം രാവിലെ എഴുന്നേൽക്കാതിരിക്കുന്നത് ഒരു ദുശീലമാണ്. നമ്മുടെ ജോലി അല്ലെങ്കിൽ ശുശ്രൂഷ രാവിലെ എഴുന്നേൽക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ആയിരിക്കുന്നതെങ്കിൽ, നാം രാവിലെ എഴുന്നേൽക്കാതിരുന്നാൽ അത് ഒരു ദുശീലമായി മാറും. അപ്പോൾ നമ്മൾ അതിനെ അതിജീവിച്ചേ മതിയാവും. നമ്മൾ ചിലപ്പോൾ വലിയ ഗൗരവം കൊടുക്കാത്ത പല ചെറിയ ചെറിയ ശീലങ്ങൾ നമ്മെ പല വിഷയങ്ങളിലും വളരുന്നതിന് തടസ്സമായി നിൽക്കുന്നുണ്ടാകാം. ഹല്ലേലൂയ. നമ്മൾ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ട മേഖലകൾ നമുക്ക് ഉണ്ടായിരിക്കാം. നമുക്ക് വായനാശീലം ഇല്ലെങ്കിൽ അതൊരു നല്ല കാര്യമല്ല. അപ്പോൾ വായിക്കുന്നവരായിരിക്കണം. ഓരോ കാലത്തും ലോകത്തിനുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. അത് സെക്യുലർ വേൾഡിൽ മാത്രമല്ല, ഈ ജനറേഷനിൽ ദൈവസഭയെ, ദൈവരാജ്യത്തെ, അല്ലെങ്കിൽ പുതിയ തലമുറയിൽപ്പെട്ടവരെയൊക്കെ കർത്താവിലേക്ക് നയിക്കാനും നിലനിർത്താനും ഒക്കെ ആയിട്ട്
വരുന്ന മാറ്റങ്ങൾ, ആവശ്യമായ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ശീലങ്ങൾ, നമുക്ക് തെറ്റായ ശീലങ്ങൾ ഉണ്ടെങ്കിൽ എത്രത്തോളം അങ്ങനെയുള്ള ശീലങ്ങൾ തിരിച്ചറിയുകയും അതിനെ ജയിക്കുകയും ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും ദൈവരാജ്യത്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചെറിയ ചില വിഷയങ്ങൾ നിമിത്തം പലപ്പോഴും എന്ത് സംഭവിക്കാറുണ്ട്, നമുക്ക് പല ഓപ്പർച്യൂണിറ്റീസും നഷ്ടപ്പെടാറുണ്ട്. ഹല്ലേലൂയ. ഓഫീസിൽ സ്ഥിരമായി താമസിച്ച് വരുന്ന ഒരു ആളാണെങ്കിൽ ആ ഓഫീസിലെ മാനേജർക്കും അവിടെ ഉള്ളവർക്കും അദ്ദേഹത്തോട് എന്ത് മതിപ്പായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതൊരു ദുശ്ശീലമാണ്. അവരവിടെ നിന്ന് ചിലപ്പോൾ അദ്ദേഹത്തെ പിരിച്ചുവിടും. അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു പ്രൊമോഷനുള്ള സമയമായെന്നിരിക്കട്ടെ, അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് വരികയാണ്, ബാക്കിയെല്ലാം കുഴപ്പമില്ല, അദ്ദേഹം ഹാർഡ് വർക്കറാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള നല്ല ഇടപെടാൻ നല്ല ആളാണ്, കമ്മ്യൂണിക്കേഷൻ നല്ലതാണ്, ബാക്കിയെല്ലാം കൊള്ളാം, പക്ഷേ ഇതൊരു വലിയ റിമാർക്കായി അവിടെ രേഖപ്പെടുത്തും, അദ്ദേഹം ടൈമിംഗ് പങ്ക്ച്വൽ അല്ല. അപ്പോ അത് അദ്ദേഹത്തിന്റെ അടുത്ത ലെവലിലേക്കുള്ള വളർച്ചയെ തടയാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദുശ്ശീലമായിരിക്കുന്ന, തെറ്റായിരിക്കുന്ന ശീലങ്ങളെ, ചിലപ്പോൾ ചെറിയ നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന വിഷയങ്ങളാകാം, അതിനെ അതിജീവിക്കാനായിട്ട് നമുക്ക് കഴിയണം. തിരിച്ചറിയാനും അതിജീവിക്കാനും കഴിയണം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഹാവ് യു എവർ ബ്രോക്കൺ എ ബാഡ് ഹാബിറ്റ്? തെറ്റായ ശീലങ്ങളെ ജയിക്കുന്നതിൽ നമ്മൾ ജയിച്ചിട്ടുണ്ടോ? ജയിക്കുന്നതിൽ നമുക്കുള്ള മനോഭാവം എന്താണ്? രണ്ടാമതായിട്ട്, കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകുന്നു എന്ന് തോന്നുമ്പോഴും, അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് എതിരാണെന്ന് തോന്നുമ്പോഴും നമുക്ക് സമചിത്തതയുള്ളവരായിരിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? ബൈബിളിന്റെ വാക്ക് ഉപയോഗിച്ചാൽ ഇന്ദ്രിയ ജയമുള്ളവരായിരിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? ഡു യു കീപ് സെൽഫ് കൺട്രോൾ വെൻ തിങ്സ് ഗോ റോങ്? നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ ചിന്തിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ നമ്മൾ നിയന്ത്രണം നഷ്ടപ്പെടുന്നവരായി മാറാറുണ്ടോ? അതോ അതിനെ വിവേകത്തോടെ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? ഓരോരുത്തരുടെയും ഈ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് വിവിധ നിലകളിലായിരിക്കും. ചിലർ ഭയങ്കരമായി കോപിക്കുന്നവരായിരിക്കും, ചിലർ ഒത്തിരി ശബ്ദമുണ്ടാക്കുന്നവരായിരിക്കും, ചിലർ ഇനി എന്നെ കൊണ്ടൊന്നിനും പറ്റത്തില്ല എന്ന് പറഞ്ഞ് എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോകുന്നവരായിരിക്കും. ഇതെല്ലാം ഈ ഇന്ദ്രിയ ജയം നഷ്ടപ്പെടുന്നതിന്റെ, സെൽഫ് കൺട്രോൾ നഷ്ടപ്പെടുന്നതിന്റെ പല രൂപങ്ങളാണ്. ചിലരാണെങ്കിൽ പിന്നെ ആരോടും മിണ്ടാതെ നടക്കും, അല്ലെങ്കിൽ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് നടക്കും, സ്വയം ഒറ്റപ്പെട്ട് നടക്കും. ഇതെല്ലാം നമ്മൾ ജയിക്കേണ്ട മേഖലകളാണ്. നാം ചിന്തിക്കുന്ന പോലെയും ആഗ്രഹിക്കുന്ന പോലെയും തീരുമാനിക്കുന്ന പോലെയും തന്നെ എപ്പോഴും കാര്യങ്ങൾ നടക്കണമെന്ന് നിർബന്ധമില്ല. അതിന് വിരുദ്ധമായിട്ടും എതിരായിട്ടും ഒക്കെ സംഭവിച്ചെന്നിരിക്കാം. ആ സമയത്തും നമ്മൾ സമചിത്തതയുള്ളവരായിരിക്കണം. ആ സാഹചര്യത്തിന് വിധേയമായി നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകരുത്. അപ്പോൾ കാര്യങ്ങൾ തെറ്റായി സംഭവിക്കുമ്പോൾ, ആഗ്രഹിക്കുന്നതിന് എതിരായി നടക്കുമ്പോഴും ഇന്ദ്രിയ ജയം സൂക്ഷിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇനി മൂന്നാമതായിട്ട് അടുത്ത ചോദ്യം ഇതാണ്, ഡു യു തിങ്ക് ഇൻഡിപെൻഡന്റ്ലി? സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ഡു യു തിങ്ക് ഇൻഡിപെൻഡന്റ്ലി? സ്വതന്ത്രമായി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? സ്വതന്ത്രമായി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് തോന്നിയതുപോലെ ചിന്തിക്കുക എന്ന ആശയത്തിലല്ല. ബൈബിളിന്റെ അടിത്തറയിൽ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വിശാലമായ കാഴ്ചപ്പാടോടുകൂടെ പ്രത്യേകിച്ച് മറ്റു വ്യക്തികളുടെ ഭാഗത്തു നിന്ന് ഒക്കെ ചിന്തിക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? പലപ്പോഴും നമ്മളെ നോക്കി നമുക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഉദാഹരണങ്ങൾ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. നമ്മളെ നോക്കി ഒരാള് പതിവായി പുഞ്ചിരിച്ചുകൊണ്ടിരുന്ന ഒരാള് ഒരു ദിവസം നമ്മളെ കണ്ടപ്പോൾ ചിരിച്ചില്ല എന്നിരിക്കട്ടെ, നമ്മൾ അതിനെ ഏത് രീതിയിലായിരിക്കും എടുക്കുന്നത്? പെട്ടെന്ന് നമ്മൾ ചിന്തിക്കും, ഈ മനുഷ്യൻ എന്നെക്കുറിച്ച് എന്തോ തെറ്റായി ധരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇയാളോട് പെരുമാറിയ ഏതോ കാര്യം അദ്ദേഹത്തിന് വേദനയായി തീർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം എന്നെക്കുറിച്ച് ആരോ അദ്ദേഹത്തോട് ആവശ്യമില്ലാത്തത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ പുള്ളി എന്നും എന്നെ കാണുമ്പോൾ ചിരിക്കുന്ന ആള് ഇന്ന് എന്നെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ല. എന്നാൽ നമ്മൾ സ്വതന്ത്രമായി ചിന്തിക്കുന്നവരാണെങ്കിൽ നമ്മൾ എന്തോ ചിന്തിക്കും? ഇതൊക്കെ ആകാം, പക്ഷെ അതിലപ്പുറത്ത് ചിലപ്പോൾ അയാളെ അലട്ടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അയാളെ വ്യക്തിപരമായി വിഷമിപ്പിക്കുന്ന ചിലപ്പോൾ ജീവിത പ്രശ്നങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ ജോലിയിലെ പ്രശ്നങ്ങളോ
പ്രശ്നങ്ങളോ സാമ്പത്തിക പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അയാൾക്ക് ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മുഖത്ത് ആ മ്ലാനത, ആ പുഞ്ചിരി നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നും നമുക്ക് ചിന്തിക്കാം. സ്വതന്ത്രമായി ചിന്തിക്കുന്നവരായിരിക്കും ആണോ നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ? പ്രത്യേകിച്ച് മറ്റൊരാളുടെ ഷൂവിൽ നിന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ പരാജിതരായി മാറും. നമ്മൾ എപ്പോഴും നമ്മുടെ കോണ്ടെക്സ്റ്റിൽ ഞാൻ എന്ന വ്യക്തിയുടെ സ്വഭാവത്തിലും സാഹചര്യത്തിലും ഒക്കെ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ കാണുകയും ചിന്തിക്കുകയും ചെയ്യുന്നതെങ്കിൽ നമുക്ക് ദൈവരാജ്യത്തിന് വേണ്ടി വേണ്ട രീതിയിൽ പ്രയോജനപ്പെടാൻ പറ്റത്തില്ല. പ്രയോജനപ്പെടാനേ പറ്റത്തില്ലെന്നല്ല, വേണ്ട രീതിയിൽ പ്രയോജനപ്പെടാനായിട്ട് പറ്റത്തില്ല. മറ്റുള്ളവരുടെ വികാരങ്ങളെയും അവരുടെ വിഷമതകളെയും അവരുടെ സമ്മർദ്ദങ്ങളെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. സ്വതന്ത്രമായി ചിന്താശേഷിയുള്ളവർ ആണോ നമ്മൾ? ഇല്ലെങ്കിൽ ആ മേഖലയിൽ നമ്മൾ ആ ഒരു സ്വഭാവ ഗുണം വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. മറ്റുള്ളവരെ കൂടെ ഉൾക്കൊള്ളാൻ. ഒരു 6 വയസ്സ് 5 വയസ്സ് അല്ലെങ്കിൽ 4 വയസ്സുള്ള ഒരു കുഞ്ഞ് പെട്ടെന്ന് എന്തെങ്കിലും നോട്ടി കാണിച്ചാൽ നമ്മൾ എങ്ങനെ ചിന്തിക്കും? അത് കൊച്ചാ അല്ലെ? നമ്മൾ ചിലപ്പം അച്ചടക്കം പാലിക്കാൻ പറയും, ഉപദേശിക്കും, ഡിസിപ്ലിൻ ചെയ്യും, ഇതൊക്കെ ചെയ്യും. പക്ഷെ അതിലപ്പുറത്ത് നമ്മൾ ചിന്തിക്കുന്നത് എന്താ? 4 വയസ്സുള്ള 5 വയസ്സുള്ള കൊച്ച്, അവന്റെ പ്രായത്തിൽ അവനത് ചെയ്യും. അല്ല, ആ 5 വയസ്സുകാരൻ 50 വയസ്സുകാരനെ പോലെ പെരുമാറണം, സംസാരിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും അവനോട് ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മളാണ് തെറ്റുകാരൻ അല്ലെ? അയാളുടെ ആ കുഞ്ഞിന്റെ ഷൂവിൽ നിന്ന് നമുക്ക് ആ കുഞ്ഞിനെ മനസ്സിലാക്കാൻ കഴിയണം, ചിന്തിക്കാനായിട്ട് കഴിയണം. എനിക്ക് അറിയാം, എത്രയോ ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്ന പിള്ളേരൊക്കെ ഒരു 10, 12, 13 വയസ്സായി കഴിയുമ്പോഴേക്കും അവര് വേറെ ആൾക്കാരെ പോലെ ഭയങ്കര മെച്ചുവർ ആയിട്ട് മാറുന്ന ഒരുപാട് സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ദീർഘകാലം ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ നമ്മൾ ജീവിക്കുകയോ ശുശ്രൂഷിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണം അതാണ്. അവരുടെ ജീവിതത്തിന്റെ ഓരോ സ്റ്റേജസും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രൈമറി സ്കൂളിൽ വളരെ ഫെയിലർ ആയിരുന്ന, പല വിഷയങ്ങൾക്കും ഫെയിലായി തീരുന്ന, പേരൻസിന് ഭയങ്കര കൺസേൺ ഉണ്ടായിരുന്നു. പേരൻസ് പ്രത്യേകിച്ച് മമ്മിക്ക് പ്രത്യേകിച്ച് കൺസേൺ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞിന്റെ +2 റിസൾട്ട് കഴിഞ്ഞ ദിവസം എനിക്ക് അവര് അയച്ചു തന്നു. അവന് 76% CBSEക്ക് മാർക്കുണ്ട്. അതുപോലെ അവന് മുന്നോട്ട് പോകാനായിട്ട്. അപ്പോ അതാ ഞാൻ പറഞ്ഞത്, ഒരു വ്യക്തിയുടെ അപ്പോഴത്തെ സാഹചര്യം അല്ലെങ്കിൽ അവന്റെ ബാല്യത്തിലെ ശീലങ്ങൾ ഇതൊന്നും കണ്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ഇയാൾ നാളെ ഇങ്ങനെ ആയിത്തീരുമെന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ഷൂവിൽ നിന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയണം. സ്വതന്ത്രമായി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ഇനി 4ാമത്തെ ചോദ്യം ഇതാണ്: ക്യാൻ യു ഹാൻഡിൽ ക്രിറ്റിസിസം? നിങ്ങൾക്ക് വിമർശനങ്ങളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? എന്താ വിമർശനങ്ങളെ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്നെ കുറ്റം പറയുന്നവരെല്ലാം പാപികളാണ് എന്ന് ചിന്തിക്കണമെന്നാണോ? അങ്ങനെയല്ല. എന്നെ വിമർശിക്കുന്നവരെല്ലാം അവരാരും കൊള്ളത്തില്ല, ഞാൻ മാത്രമേ കൊള്ളാവൂ എന്ന് ചിന്തിക്കണമെന്നാണോ? അല്ല. അങ്ങനെയാണോ വിമർശനത്തെ കൈകാര്യം ചെയ്യേണ്ടത്? അല്ല. ഒരു സ്കൂളിൽ പഠിച്ചപ്പോൾ എന്നെ വളരെ സ്വാധീനിച്ച ഒരു ഉദാഹരണം, സ്കൂളിലെ പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്ന ഒരു ഉദാഹരണം വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ട് ഞാൻ ഓർമ്മയിലേക്ക് വരുന്നതുകൊണ്ട് ഞാൻ പറയാം. ഒരിക്കൽ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. അന്ന് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ക്ലാസ്സിൽ സഞ്ചരിക്കാനായിട്ട് വെള്ളക്കാർക്ക് മാത്രമേ, അല്ലെങ്കിൽ അതുപോലുള്ള ഭയങ്കര സമ്പന്നരായ രാജാക്കന്മാർക്കോ അല്ലെങ്കിൽ അതുപോലെ പ്രഭുക്കൾക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ, യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സോ അങ്ങനെയുള്ളവർക്കൊക്കെ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അല്ലാത്തവർ അതിൽ കയറാൻ പോകത്തില്ല. പക്ഷെ മഹാത്മാഗാന്ധി ഒരിക്കൽ ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കൽ ഓപ്പോസിറ്റ് സീറ്റിൽ ഒരു വെള്ളക്കാരൻ വന്നിരുന്നു. അദ്ദേഹം വന്നിരുന്നിട്ട് ഇദ്ദേഹത്തെ കണ്ടപ്പോഴേക്കും, ഗാന്ധിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ രൂപവും ഉടുപ്പില്ലാതെ ഒരു തോർത്ത് ചുറ്റി, ഒരു എന്തുവാ മുണ്ട് കൊടുത്ത് യാത്ര ചെയ്യുന്ന കൃശഗാത്രനായ മെലിഞ്ഞുണങ്ങി ഇരിക്കുന്ന ഒരു കണ്ണടയൊക്കെ വെച്ചിങ്ങനെ ഇരിക്കുന്ന, ഒരു പഴഞ്ചൻ കണ്ണടയൊക്കെ വെച്ചിരിക്കുന്ന ആളിനെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു ഒരു പല വികാരങ്ങളും ഉണ്ടായി. പല അപകർഷബോധം അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പല തെറ്റായ ചിന്തകളും ഇദ്ദേഹത്തിന് ഉണ്ടായി. അദ്ദേഹം ഒരു ചിത്രകാരൻ കൂടെ ആയിരുന്നത് കൊണ്ട്, ഒരു കാർട്ടൂണിസ്റ്റ് കൂടെ ആയിരുന്നുകൊണ്ട്, ഈ വെള്ളക്കാരൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ഡയറിയിൽ അദ്ദേഹം ഈ ഗാന്ധിയുടെ കുറെ വികൃതവും കളിയാക്കുന്ന രീതിയിലുമുള്ള, അപഹസിക്കുന്ന രീതിയിലുള്ള, അപമാനിക്കുന്ന രീതിയിലുള്ള കുറെ ചിത്രങ്ങൾ, കാർട്ടൂണുകൾ വരച്ചിട്ട്
കുറെ കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഇറങ്ങാൻ സമയമായപ്പോൾ അതെല്ലാം കീറിയെടുത്തിട്ട് ഒരു മുട്ടുസൂചി കൊണ്ട് ഇതെല്ലാം പിൻ ചെയ്ത് ഗാന്ധിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കയ്യിൽ വെച്ചോളൂ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രയോജനപ്പെടും എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തു. അപ്പോൾ ഗാന്ധി അത് പെട്ടെന്ന് നോക്കി. ഗാന്ധിയുടെ പ്രതികരണം കാണാൻ വേണ്ടി കൂടെ ഈ വെള്ളക്കാരൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇതെല്ലാം നോക്കി കഴിഞ്ഞിട്ട് അദ്ദേഹം അതിൽ നിന്ന് ആ മുട്ടുസൂചി എടുത്തിട്ട് ആ പേപ്പറെല്ലാം ചുരുട്ടി അവിടെ ഉണ്ടായിരുന്ന ബിന്നിലേക്ക് ചുരുട്ടി കീറി കളഞ്ഞിട്ട് ആ മുട്ടുസൂചി എടുത്ത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന സഞ്ചിയിലെ ഒരു 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 ചെറിയ ഇതിലേക്ക് ഇട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്, എനിക്ക് ഈ തീർച്ചയായിട്ടും ജീവിതത്തിൽ പ്രയോജനമുള്ളതാണ്, ആവശ്യമുള്ളതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് ബൈ പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ വിമർശനങ്ങളെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? നമ്മളെ അത് ബാധിക്കുന്നുണ്ടോ? നമ്മളെ അത് തളർത്തുന്നുണ്ടോ? നമ്മളെ അത് പുറകോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ? വിമർശിക്കുന്നവർക്ക് രണ്ട് ചിന്തകളുണ്ടാകാം. നമ്മൾ പുറകോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് വിമർശിക്കുന്നതാകാം, അല്ല ചിലർ നല്ല മനസ്സോടെ നമ്മിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് വിമർശിക്കുന്നതാകാം, ചിലർ അവരുടെ സ്വാഭാവികമായ പ്രതികരണം നമുക്ക് വിമർശനമായി തോന്നുന്നതാകാം. ഇതിൽ ഏതു തന്നെയായാലും നമ്മുടെ നന്മയ്ക്ക് ഒരു വിമർശനത്തിൽ നിന്ന് എന്തൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം, എന്തൊക്കെ വിട്ടുകളയണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ കയ്യിലാണ് അതിരിക്കുന്നത്. അപ്പോ വിമർശനങ്ങളെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്? ദൈവസഭയിലും ദൈവരാജ്യത്തിലും ദൈവത്തിനായി നന്നായി പ്രയോജനപ്പെടാൻ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിമർശനങ്ങളോട് അസഹിഷ്ണുതയുള്ളവരാകരുത്, ഇൻടോളറന്റ് ആകരുത്. ക്രിറ്റിസിസത്തോട് അതിനെ സഹിഷ്ണുതയോടെ മനസ്സിലാക്കുകയും ആവശ്യമുള്ളത് സ്വീകരിക്കുകയും നമ്മിൽ മാറ്റങ്ങൾ വരുത്തേണ്ട മേഖലകളിൽ മാറ്റങ്ങൾ വരുത്തുകയും അല്ലാത്തവയെ വിട്ടുകളയുകയും ചെയ്യുക. അങ്ങനെയാണ് വിമർശനങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ ഹൗ വി റെസ്പോണ്ട് ടു ക്രിറ്റിസിസം ഓർ ഹൗ വി ഹാൻഡിൽ ക്രിറ്റിസിസം, അതാണ് നാലാമത്തെ ചോദ്യം. പിന്നെ അഞ്ചാമത്തെ ചോദ്യം, ക്യാൻ യു ടേൺ ഡിസപ്പോയിന്റ്മെന്റ് ഇൻ ടു ക്രിയേറ്റീവ് ന്യൂ ഓപ്പർച്യൂണിറ്റി? ക്യാൻ യു ടേൺ ഡിസപ്പോയിന്റ്മെന്റ് ഇൻ ടു ക്രിയേറ്റീവ് ന്യൂ ഓപ്പർച്യൂണിറ്റി? എന്ന് പറഞ്ഞാൽ നിരാശകളെ സർഗാത്മകമായ അവസരങ്ങളാക്കി മാറ്റാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നിരാശപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ആഗ്രഹിച്ചിട്ടും അധ്വാനിച്ചിട്ടും നല്ല മനസ്സോടെ ചെയ്തിട്ടും ആഗ്രഹിച്ച റിസൾട്ട് ഉണ്ടാകുന്നില്ല. ആ അവസരങ്ങളെ ആ സാഹചര്യങ്ങളെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ സൃഷ്ടിപരമായ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരമായി മാറ്റാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എപ്പോഴും സംഭവിക്കണമെന്നൊന്നുമില്ല, പക്ഷെ നമ്മൾ അങ്ങനെ മനസ്സുള്ളവരാണോ? അതോ ഇതാണ് ഇതിന്റെ അവസാനം, ഇതിനപ്പുറത്തേക്കൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കൽ ഒരു കഴുതയെക്കുറിച്ച് ഞങ്ങളുടെ ക്രിസ്ത സാറിന്റെ ഉദാഹരണം ഒരു മാഗസിനിൽ എഴുതിയത് ഞാൻ വായിക്കുന്നുണ്ട്. ഒരു മനുഷ്യനൊരു കഴുതയുണ്ടായിരുന്നു. ആ കഴുത അതിന്റെ ആരോഗ്യമുള്ള സമയമെല്ലാം ഈ മനുഷ്യന് വേണ്ടി ചുമന്നു. അത് വയസ്സായപ്പോൾ ഇനി അതിനെ വച്ചുകൊണ്ടിരുന്നിട്ട് തനിക്ക് ധനനഷ്ടം, അതിന് തീറ്റ കൊടുത്ത് ധനനഷ്ടം ഉണ്ടാകുന്നതല്ലാതെ മാത്രമല്ല ഇനി രോഗിയായി അതിനെ നോക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതല്ലാതെ ഇതിനെ കൊണ്ട് ഇനി പ്രയോജനമൊന്നുമില്ല. ഇതിനെ വിൽക്കാൻ പോയാൽ ആരും വാങ്ങത്തുമില്ല. കഴുതയ്ക്കാണെങ്കിൽ ഇറച്ചിക്കടയിൽ പോലും ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു ഒരു കുഴി കുഴിച്ചിട്ട് ആ കുഴിയിൽ ഈ കഴുതയെ ഇട്ടങ്ങ് മൂടിയേക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു കുഴി കുഴിച്ചു. ഈ കഴുതയെ ആ കുഴിയിലേക്ക് ഉന്തി തള്ളിയിട്ടു. എന്നിട്ട് അദ്ദേഹം അതിലേക്ക് മണ്ണും കല്ലും ഒക്കെ ഇടാനായിട്ട് തുടങ്ങി. ഈ കഴുതയുടെ പുറത്തും ചുറ്റിലുമായിട്ട് മണ്ണ് വീഴാനായിട്ട് തുടങ്ങി. അദ്ദേഹം മണ്ണ് വെട്ടി ആ കുഴിയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കും തോറും ഓരോ തവണ മണ്ണ് വന്ന് വീഴുമ്പോഴും ഈ കഴുത എന്ത് ചെയ്യുന്നു, ഓരോ സ്റ്റെപ്പ്, ഓരോ ചുവട് ആ മണ്ണിന് മുകളിലേക്ക് തന്നെ കാലെടുത്ത് വയ്ക്കുന്നു. അങ്ങനെ ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ആ കുഴി മൂടിയപ്പോ എന്ത് ചെയ്തു, കഴുത കുഴിക്ക് പുറത്ത് എത്തിച്ചേർന്നു. കഴുതയുടെ ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് ഈ കഥയെ ചിന്തിച്ചാൽ മതി. ആ മനുഷ്യൻ ഇത് കാണുന്നില്ലായിരുന്നോ എന്ന് തിരിച്ച് കഥയിൽ ചോദ്യം പാടില്ല. അങ്ങനെ ചോദിക്കേണ്ട കഥയല്ല ഇത്. അവസരങ്ങൾ നമ്മൾ എങ്ങനെ നമ്മളെ നിരാശപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളെ മുകളിലേക്ക് വരാനുള്ള ചവിട്ടുപടികളാക്കി മാറ്റാൻ നമുക്ക് കഴിയണം.
നമ്മെ കുഴിച്ചു മൂടാൻ ശ്രമിക്കുന്ന ആ, വിഷയങ്ങളെ നമുക്ക് മുകളിലേക്ക് കയറാനുള്ള ചവിട്ടുപടികളാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. അപ്പോൾ നഷ്ടങ്ങളെ അല്ലെങ്കിൽ ഒരു ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്തു, പ്രതീക്ഷയോടെ കാത്തിരുന്നു, അവസാന നിമിഷം നമുക്ക് ആ അപ്പോയിന്റ്മെന്റ് ലഭിച്ചില്ല. നിരാശപ്പെടരുത്. അതിനേക്കാൾ നല്ല ജോലി നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അല്പസമയം കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. അതിനുവേണ്ടി നമ്മെ തന്നെ ഒന്നുകൂടെ റിഫൈൻ ചെയ്യണമെന്നേ ഉള്ളൂ. കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. നമ്മൾ കുറച്ചുകൂടെ പഠനം നടത്തണമെന്നേ ഉള്ളൂ. കുറച്ചുകൂടെ ഗവേഷണം, അന്വേഷണം നടത്തണമെന്നേ ഉള്ളൂ. ഇതിനേക്കാൾ നല്ലത് നമ്മെ കാത്തിരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോ അങ്ങനെയുള്ള ചിന്ത നമുക്ക് ഉണ്ടാകണം. ഈ ചില ആൾക്കാരുടെ ചിലരൊക്കെ ജോലിക്ക് പലപ്പോഴും ശ്രമിച്ച് ഒരു ജോലിയും കിട്ടാതെ ആകുമ്പോൾ തുടങ്ങിയ അവര് എങ്ങനെയും ജീവിക്കണം, മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തുടങ്ങിയ പല സംരംഭങ്ങളും ലോകത്തിലെ ഭയങ്കര ബ്രാൻഡുകളായിട്ട് മാറിയത് പിൽക്കാല ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ആമേൻ. അപ്പോ നമുക്ക് തിരിച്ചും വേണമെങ്കിൽ പറയാം, അങ്ങനെ വളരെ കുറച്ചു പേരെ അങ്ങനെ സംഭവിച്ചുള്ള, കൂടുതൽ പേരും തളർന്നാ പോയിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. തളർന്നു പോയവരെ നോക്കി തളരാനല്ല നമ്മൾ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. മുന്നോട്ട് പോയവരെ നോക്കി മുന്നോട്ട് പോകാനാണ് കർത്താവ് നമ്മെ വിളിച്ചത്. ദൈവവചനവും നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കാനാണ്. വഴിയിൽ വീണുപോയവരെ നോക്കാനല്ല, തളർന്നു പോയവരെ നോക്കാനല്ല, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി മുന്നോട്ട് പോകാനാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഏറെ ചോദ്യങ്ങൾ ഇനിയും നമ്മോട് തന്നെ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും ദൈവസഭയ്ക്കും ദൈവരാജ്യത്തിനും വേണ്ടി പ്രയോജനപ്പെടുന്നതിന് ഇനിയും ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കാനുണ്ട്. അത് കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത തവണ ആകാം. ഇന്ന് ചോദിച്ച 5 ചോദ്യങ്ങൾ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. നമ്മുടെ ദുശ്ശീലങ്ങളെ നമുക്ക് അതിജീവിക്കാനും തകർത്ത് ജയം വരിക്കാനും കഴിയുന്നുണ്ടോ? ചോദ്യം 1. ചോദ്യം 2, എല്ലാം കൈവിട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായ കാര്യങ്ങൾ നടക്കുമ്പോൾ, വെൻ തിങ്സ് ഗോ റോങ്, നമുക്ക് അപ്പോഴും ഇന്ദ്രിയ ജയം സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? ഡു യു കീപ് സെൽഫ് കൺട്രോൾ? നമുക്ക് സമചിത്തതയുള്ളവരായിരിക്കാൻ കഴിയുന്നുണ്ടോ? ചോദ്യം 3, നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? അതോ കുടിലമായ യാഥാസ്ഥിതികമായ അടയ്ക്കപ്പെട്ട ചിന്തയ്ക്കുള്ളിലാണോ നമ്മൾ ജീവിക്കുന്നത്? അതോ നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ, മറ്റുള്ളവരുടെ സാഹചര്യം കൂടെ മനസ്സിലാക്കി ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ചോദ്യം 4, നമുക്ക് വിമർശനങ്ങളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടോ? ശരിയായ രീതിയിൽ വിമർശനങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടോ? ചോദ്യം 5, ജീവിതത്തിൽ നിരാശയുടെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ പുതിയ സൃഷ്ടിപരമായ അവസരമാക്കി എടുക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? പുതിയ സൃഷ്ടിപരമായ അവസരമാക്കി എടുക്കാൻ നിരാശകളുടെ സന്ദർഭത്തിൽ നമുക്ക് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ 5 ചോദ്യങ്ങൾ ഈ ദിവസങ്ങൾ നമ്മുടെ ചിന്തകളെ ഭരിക്കട്ടെ. കർത്താവിന്റെ കൃപയിൽ വളരാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവരെയും ഒരിക്കൽ കൂടെ അഭിനന്ദിക്കുകയും കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ കൂടുതലായി മാനിച്ച് ഉയർത്തുമാറാകട്ടെ.